ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമുഖും പപ്പിമുഖും അവരെ കടത്തിക്കൊണ്ട് പോയതിൽ നിന്നുള്ള ആ വിഷമം ഇതുവരെയും മാറിയിട്ടില്ല. കുഞ്ഞുങ്ങളുടെ മുഖത്ത് ആ പേടിയും വെപ്രാളവുമാണ്. വിഷ്ണു അവരെ പല രീതിക്കും സംസാരിക്കാനും സന്തോഷിപ്പിക്കാനും നോക്കിയിട്ടും ഒന്നും പറ്റുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം നിങ്ങൾക്കൊന്നും മിണ്ടാനില്ല. നിങ്ങളിങ്ങനെ മുഖവും വെച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ? എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇഷ്ടമല്ല, മിണ്ടാതിരിക്കുന്നവരെ ഇഷ്ടമല്ല. നിങ്ങൾ നിങ്ങളുടെ ആ പഴയ കളിയും ചിരിയൊന്നും എടുക്കണ്ട മക്കളെ. അത് കണ്ട് ഈ അച്ഛനൊന്ന് സന്തോഷിക്കട്ടെ, എൻ്റെ നല്ല മക്കളല്ലേ എന്നൊക്കെ കുട്ടികളോട് പറയുവാണ്. ഇതാണ്ടേ ഇനിയും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്നറിയാമല്ലോ എന്നും പറഞ്ഞ് രണ്ട് മക്കളെ ഇക്കിലിട്ടൊക്കെ ചിരിപ്പിക്കുവാണ്. ശാരദാമ്മ അവർക്കുള്ള ഡിന്നറൊക്കെ ഡൈനിങ് ടേബിളെ കൊണ്ട് വെക്കുന്നുണ്ട്. എൻ്റെ സുന്ദരി മക്കൾ ഇങ്ങനെ ചിരിക്കണം, നിങ്ങളുടെ ചിരി കൊണ്ട് ഈ വീടിങ്ങനെ നിറഞ്ഞിരിക്കണം. അത് കേട്ടോണ്ടാണ് ശാരദാമ്മ അങ്ങോട്ട് ചെല്ലുന്നത്. അച്ഛനും മക്കളും സന്തോഷത്തോടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ശാരദാമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നുവന്ന്. ശാരദാമ്മ പറയുവാണ്, അല്ല അച്ഛനും മക്കളോട് ഇങ്ങനെ കളിച്ചും ചിരിച്ചു ഇരുന്നാൽ മതിയോ? വേണ്ട, ഭക്ഷണം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, വന്നേ, എല്ലാവരും വന്നൊന്ന് കഴിച്ചേ. അയ്യോ ശാരദാമ്മ, എനിക്ക് വേണമെന്നില്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്ക്, ഇവർക്ക് രണ്ടുപേർക്കും ഇനി ഞാനാണ് വാരി കൊടുക്കുന്ന ഭക്ഷണം. എനിക്കിന്നൊന്നും വേണ്ട വിഷ്ണു വെച്ചാ എന്നിങ്ങനെ പപ്പിമോള് പറയുമ്പോൾ സത്യമോളും പറയുന്നു, എനിക്കും തീരെ വിശപ്പില്ല, എനിക്ക് വേണ്ടാച്ചാ. അങ്ങനെ രണ്ടുപേരും നിർബന്ധം പിടിക്കുവാണ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടച്ചാ. അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വീട്ടിൽ പോകാതെ ഇവിടെ കുത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ മക്കൾക്ക് ചോറ് വാരിത്തരാനാ. ഞങ്ങൾക്ക് വിശപ്പില്ലച്ചാ, വേണ്ടാച്ചാ, ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ മക്കൾ പറയുന്നുണ്ടെങ്കിലും വിഷ്ണു അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തുവാണ്. ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആരാണെന്നറിയാവോ? കാക്കച്ചിയാണ്. കാക്കച്ചി, ഒരു കാക്കച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് രണ്ടുപേരുടെയും വായി ഭക്ഷണം ഇങ്ങോട്ട് വെച്ച് തരും. അതിനെൻ്റെ പൊന്നുമക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? രണ്ടുപേരും കണ്ണടച്ചിരിക്കണം, കണ്ണ് തുറക്കരുത്. അപ്പോൾ കാക്കച്ചി ഇങ്ങോട്ട് വന്ന് ചോറും പുളിശ്ശേരി അവിയലും തോരനും ഇതെല്ലാം കൂടി ഇട്ടിങ്ങനെ പെരട്ടി ഇങ്ങനെ ഓരോരോ ഉരുളകളാക്കി, ആദ്യം എന്താണ്ട് പപ്പിമോള് വാ തുറന്നേ എന്നും പറഞ്ഞ് വിഷ്ണു പപ്പിമോക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ട് വീണ്ടും സത്യമൊക്കം കൊടുക്കുവാണ്. കുഞ്ഞുങ്ങളങ്ങനെ കണ്ണടച്ചിരുന്ന് വിഷ്ണു കൊടുക്കുന്ന ചോറൊക്കെ കഴിക്കുവാണ്. ഇതൊക്കെ ശാരദാമ്മയും ശ്യാമയും നിന്ന് കണ്ട് ശാരദാമ്മയ്ക്കും ശ്യാമയ്ക്കും ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ ഇപ്പോഴാണ് ഒന്ന് സന്തോഷത്തോടെ മിണ്ടിത്തുടങ്ങിയത് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നു, കുഞ്ഞുങ്ങൾ രണ്ടുപേരും പേടിച്ചിരിക്കുമായിരുന്നമ്മേ. അങ്ങനെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷ്ണു ചിരിച്ചും കളിച്ചും കുഞ്ഞുങ്ങളെ ഊട്ടുവാണ്. ആ സമയത്ത് ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനിയും രോഹിത്തും അതിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരുവാണ്. ശാലിനി അങ്ങോട്ട് വന്നതും പപ്പിമോള് ചേച്ചിയമ്മയെന്നും പറഞ്ഞും സത്യ അമ്മയെന്നും പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ്. എൻ്റെ മക്കൾ ആക്റ്റീവായി തുടങ്ങിയല്ലോ, നിങ്ങളുടെ പേടിയൊക്കെ പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ സത്യമോള് പറയുന്നത്, എൻ്റെ അച്ഛനാ വന്ന് ഞങ്ങളെ രക്ഷിച്ചത്, അവന്മാർക്ക് ശരിക്കും ഇടിയും കൊടുത്തമ്മേ. ശാരദാമ്മ പറയുക, ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെന്ന് പറയാൻ വാശി പിടിച്ചിരിക്കുമായിരുന്നു ശാലിനി. ഇപ്പം വിഷ്ണു എന്തൊക്കെയോ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രോഹിത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. രോഹിത്തിനെ കുട്ടികൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. വിഷ്ണു രോഹിത്തിനെ ഒന്ന് നോക്കിയെന്നല്ലാതെ ഒന്നും മിണ്ടുകയും ചെയ്യുന്നില്ല. രോഹിത്തിനോട് ശാരദാമ്മ പറയുന്നു, മോനെ കൈ കഴുകിയിട്ട് വന്നിരിക്കുക, ഭക്ഷണം കഴിക്കണ്ടായോ? ശ്യാമേ, രോഹിത്തിന് ഭക്ഷണം വിളമ്പ്. സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ശ്യാമ ഇങ്ങനെ ഭക്ഷണം വിളമ്പാൻ പോവുകയാണ്. അല്ല മോളെ, രജിസ്ട്രേഷൻ്റെ കാര്യമൊന്നും മോള് പറഞ്ഞില്ലല്ലോ. അത് നടന്നില്ലമ്മേ, അതിന് മറ്റൊരു ദിവസമേ നടക്കത്തുള്ളൂ. ആ രജിസ്ട്രാർ വലിയ കർക്കശക്കാരനാണ്. പിന്നെ പോരാത്തതിന് അച്ഛൻ്റെ മറവിയും അച്ഛൻ്റെ തിരിച്ചറിയൽ കാർഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കുകയും വേണമമ്മേ. അങ്ങനെ മറ്റൊരു ദിവസം ചെയ്യാമെന്ന് തീരുമാനിച്ചു. വിഷ്ണുവേട്ടാ, അച്ഛനെ ഇനി എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ അസുഖം കൂടത്തതേ ഉള്ളൂ. നമുക്കെന്തെങ്കിലും ഉടനെ ചെയ്യണം. ചെയ്യാം ശാലിനി, ചെയ്തേ പറ്റൂ. മക്കൾ ചോദിക്കുന്നു, അച്ഛാ കാക്കച്ചി എന്തിയേ? കാക്കച്ചി ഇവിടെ തന്നെ ഉണ്ട് മക്കളെ, നിങ്ങൾ കണ്ണടച്ചോ, കണ്ട കാക്കച്ചി പറന്ന് വരാൻ പോന്നു എന്നും പറഞ്ഞ് വിഷ്ണു മക്കൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. മോനെ, സമയം ഇത്രയും വൈകിയില്ലേ, എന്തായാലും ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് പോ മോനെ, ശാലിനിക്കതൊരു സന്തോഷമാകുമല്ലോ. അയ്യോ എൻ്റെ അമ്മേ, എൻ്റെ പേരൊന്നും പറയല്ലേ, ഈ കാക്കച്ചിക്ക് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം ഇറങ്ങത്തില്ലല്ലോ. ഇനി എൻ്റെ സന്തോഷത്തിന് വേണ്ടിയൊന്നും ആരും കഴിക്കണ്ട, അവരവർക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ ശാലിനി ഒരു ചെറിയ പരിഭവത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ശാരദാമ്മ പറയുന്നു, ശ്യാമേ നീയും കൂടി ഇരുന്നോ, ഇങ്ങനെ എത്ര നാളായി നമ്മളെല്ലാവരോടും ഒന്നിച്ചൊന്നിരുന്നിട്ട്, നീ എപ്പോഴും അങ്ങനെയൊക്കെ സാധിച്ചെന്ന് വരുമോ? എല്ലാവരും ഇരിക്കി, സന്തോഷത്തോടെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്.
ഞങ്ങൾ അച്ഛനെ കൊണ്ടാക്കാൻ ചെന്നപ്പോൾ സത്യമ്മ വലിയ ചൂടിലാണ്. എന്നെയും രോഹിത്തിനെയും ഒരുപാട് വഴക്കൊക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടുന്ന് മര്യാദയ്ക്ക് വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ശാരദാമ്മ പറയാ, ഇനിയിപ്പോൾ എൻ്റെ പേടി ഇതൊന്നുമല്ല. അവന്മാർക്ക് സ്വത്തെഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ വീണ്ടും നമ്മുടെ മക്കളെ ഉപദ്രവിക്കാനെങ്ങനെ വരുമോ? വിഷ്ണു പറയുന്നു, അതിന് ഉടനെയൊന്നും അവരൊരിപ്പോൾ ഒരു കെണിയായിട്ട് വരില്ല. എന്തായാലും നമ്മൾ ഒരുങ്ങിയിരുന്നോണം. ശാലിനി പറയുന്ന, പ്രത്യേകിച്ചും രോഹിത്താണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. രോഹിത്ത് ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയതുകൊണ്ട് അവരുടെ പക മുഴുവൻ ഇപ്പോൾ രോഹിത്തിനോടാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, അവർ നന്നായിട്ട് തന്നെ പ്രതികരിക്കും. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും നടക്കുന്നത്. നമ്മളങ്ങനെ പെട്ടെന്നങ്ങും തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ രോഹിത്തും പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എളുപ്പമൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ശാരദാമ്മ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നൂർജഹാൻ്റെ താല്പര്യമില്ലാതെ നൂർജഹാൻ്റെ ഇഷ്ടമൊന്നും ചോദിക്കാതെ തന്നെ അവളുടെ നിക്കാഹ് അങ്ങ് ഉറപ്പിച്ചിരിക്കുവാണ് നസീറും നസീറിൻ്റെ ബാപ്പയും ചേർന്ന്. മകൻ്റെ തനി ഗുണമെല്ലാം മനസ്സിലായ സുബൈദ ഇപ്പം നൂർജഹാൻ്റെ കൂടാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, തളർന്നു കിടക്കുന്ന സഹോദരനും ആരുടെയും ആശ്രയം ഇല്ലാതിരിക്കുന്ന നൂർജഹാനെയും സഹായിക്കാനും സുബൈദയ്ക്ക് പറ്റുന്നതുമില്ല. സുബൈദ ആകെ സങ്കടത്തിലാണ് കഴിയുന്നത്. ഭർത്താവിനെയും മകനെയും എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും സുബൈദയ്ക്കില്ല. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നസീറും നസീറിൻ്റെ ബാപ്പയും ഷോപ്പിംഗ് കഴിഞ്ഞ് വരുവാണെന്ന് തോന്നുന്നു. കുറേ അധികം സാധനങ്ങൾ അവരുടെ കൈവല്ലുണ്ട്. സുബൈദ അങ്ങോട്ട് വരുമ്പോൾ നസീറിൻ്റെ ബാപ്പ പറയുന്നുണ്ട്, നൂർജഹാനെ ഇങ്ങോട്ടൊന്ന് വിളിച്ച്. അയ്യോ, അത് അവൾ കിടന്നല്ലോ. പെട്ടെന്ന് നസീർ, അതെന്താ ഇത്ര എളുപ്പം കിടന്നത്? അവൾ ഉറങ്ങിയെന്നാ തോന്നുന്നു, ഭയങ്കര തലവേദനയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. സുബൈദയോട് അവൻ ചൂടാകുന്ന കേട്ടിട്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നൂർജഹാൻ അങ്ങോട്ട് വരുവാണ്. നൂർജഹാനെ കണ്ടുകൊണ്ട് നസീറിൻ്റെ ബാപ്പ പറയുന്നത്, എൻ്റെ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സും മൈലാഞ്ചി കല്യാണത്തിനുള്ള ഡ്രസ്സുമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതങ്ങടുത്ത് അവിടെ കൈ കൊടുക്കടാ എന്ന് പറയുമ്പോൾ നസീർ അതുകൊണ്ടൊന്ന് നൂർജഹാൻ്റെ കൈ കൊടുക്കാൻ നോക്കുവാണ്. നൂർജഹാൻ അത് മേടിക്കാതെ നിൽക്കുന്ന കണ്ട് സുബൈദ പെട്ടെന്ന് വഴക്ക് വേണ്ടാന്ന് കരുതി പെട്ടെന്ന് സുബൈദ അതങ്ങ് വാങ്ങിക്കുവാണ്. ഇതൊക്കെ അവൾ ഇട്ട് പാകമാണോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ പോയി വേറെ മാറി മേടിക്കണം. ഇത് കുറേ ആഭരണങ്ങളാണ് നിക്കാഹിനുള്ളത്, പുതിയ കളക്ഷൻസ് ആണെന്നാ കടക്കാരൻ പറഞ്ഞ്. നോക്ക്, ഇനി പുതിയതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ വേണമെങ്കിലും മാറിയൊക്കെ എടുക്കാമല്ലോ. നസീറിൻ്റെ ബാപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നൂർജഹാന് യാതൊരു കുലുക്കവും ഇല്ല. നൂർജഹാൻ ഇങ്ങനെ വല്ലയിടത്തോട്ടും നോക്കി നിൽക്കുവാണ്. അത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നത്, കണ്ടോ സുബൈദ, ഇതൊക്കെ പറഞ്ഞിട്ടും അവിടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം ഉണ്ടോ എന്ന് നോക്കിക്കേ. നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതല്ല, ഇവളുടെ കൂടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതെന്താ ഇവൾ മനസ്സിലാക്കാത്തത്? ആ നന്മയൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നസീറിന് ദേഷ്യം വന്ന് എഴുന്നേറ്റിട്ട്, നീ ബാപ്പയോട് തർക്കുത്തരം പറയുന്നുടി, എന്നെക്കുറിച്ച് നിനക്കെല്ലാം അറിയാമല്ലോ. ആ, നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ നിക്കാഹ് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? എനിക്ക് പഠിക്കണം. പഠിച്ചോ, കല്യാണം കഴിഞ്ഞും പഠിക്കാമല്ലോ നിനക്ക്. എത്രയോ പെൺകുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നില്ലയോ? എന്താ അവർ പാസ്സാകുന്നില്ലയോ? അതുപോലൊക്കെ വേണമെങ്കിൽ നീയും അങ്ങ് പഠിച്ചോ. നീ കല്യാണം കഴിച്ചിട്ട് പഠിപ്പിച്ചില്ലെന്നുള്ള പരാതിയൊന്നും നീ പറയത്തില്ലല്ലോ എന്ന് നസീറിൻ്റെ ബാപ്പ പറയുവാണ്. അങ്ങനെയൊന്നുമല്ല, ഞാനിപ്പോൾ ചെയ്യുന്ന കോഴ്സ് എനിക്ക് പൂർത്തിയാക്കണം. അതിനുശേഷമേ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അത് നീ അല്ലടി തീരുമാനിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ബാപ്പയാണ്. എൻ്റെ ബാപ്പ തീരുമാനിച്ചോളും എന്ത് വേണമെന്ന്. എനിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ. മാമിയെങ്കിലും പറ, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നൂർജഹാൻ അങ്ങ് പോവുകയാണ്. സുബൈദ പറയുന്നത്, എന്തിനാ നിങ്ങൾ എല്ലാവരോടും അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്ന് വെച്ചാൽ അവൾക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ അവൾ പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിക്കാഹ് നടത്താമല്ലോ. നസീറിൻ്റെ ബാപ്പയ്ക്ക് അതങ്ങോട്ട് ഒട്ടും സുഖിച്ചില്ല. അയാൾ ചാടി എഴുന്നിട്ട് സുബൈദയുടെ നേരെ അങ്ങ് ദേഷിക്കുവാണ്. നീ ഒരുത്തിയാ അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഞാൻ പറയുന്നത് അനുസരിച്ച് മര്യാദയ്ക്കിവിടെ നിൽക്കാമെങ്കിൽ നിനക്കിവിടെ നിൽക്കാം, അവക്കും ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ അടിച്ച് ഇപ്പം തന്നെ പുറത്തിറക്കും. ഞാൻ തീരുമാനിച്ച പോലെ തന്നെ കല്യാണം നടക്കും, ഞാൻ നടത്തിയിരിക്കും എന്ന് ഭയങ്കര വാശിയിലാണ് അയാൾ. എന്നിട്ട് അകത്ത് മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്ന നൂർജഹാൻ്റെ അടുത്തോട്ട് നസീറിൻ്റെ ബാപ്പ ചെന്നിട്ട് പറയുക, നിന്റെ ബാപ്പ തളർന്നു കിടക്കുക, നോക്കാനാണെങ്കിൽ ഇവിടെ വേറെ ആരും ഇല്ലതാനും. എനിക്കാണെങ്കിൽ തിരിച്ചു പോവുകയും വേണം. പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോൻ്റെ കല്യാണവും നടത്തണം, അതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്ന സുബൈർക്കായുടെ അടുത്തോട്ടാണ്. ഈ സംഭവങ്ങളെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് സുബൈർക്കായ്ക്ക്. പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഉള്ളു. പാവം കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ്. തൻ്റെ മോളെ ഒന്ന് രക്ഷിക്കാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ കരഞ്ഞോണ്ട് കിടക്കുവാണ് സുബൈർക്ക. സുബൈർക്കായുടെ അടുത്ത് ചെന്നിട്ട് നസീറിൻ്റെ ബാപ്പ പറയുക, നൂർജഹാൻ്റെയും നസീറിൻ്റെയും കല്യാണം ഞാൻ നടത്താൻ പോവുക.
എതിർപ്പൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദയനീയമായി നമ്മുടെ സുബൈർക്ക് ഇങ്ങനെ അയാളെ നോക്കുവാണ്. ഇനി എതിർപ്പുണ്ടെങ്കിൽ പോലും ഞാനിത് നടത്തിയിരിക്കും എന്നും പറഞ്ഞൊരു വല്ലാത്ത ലുക്കൊക്കെ വിട്ടിട്ട് അയാളങ്ങ് പോവുകയാണ്. വിഷ്ണു അങ്ങനെ ശാരദാമ്മയുടെ അടുത്തുനിന്ന് രാത്രിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശാലിനിയോട് പറയുന്നു, എന്നാൽ ഞാൻ പോട്ടെ, ഇനി നിൽക്കെന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ലല്ലോ. അയ്യേ, ഒരു കളക്ടർ പറയുന്ന വാചകമാണോ ഇത്? അതെന്താ, കളക്ടർ പെണ്ണല്ലേ? സാധാരണയുള്ള ഒരു പെണ്ണിൻ്റെ ചിന്തയും വിചാരം മാത്രമാണ് എനിക്കും ഉള്ളത്. എൻ്റെ ശാലിനി, താൻ എന്താണോ ഈ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എല്ലാം കലങ്ങിത്തെളിയുന്നൊരു സമയം വരുവോടൂ. അന്നെൻ്റെ ശാലിനിയും ഞാനും എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ പൊന്നു മക്കളും എല്ലാവരും ഒന്നിച്ചായിരിക്കും. അതിന് ഏത് കാലത്താണോ ആവോ വിഷ്ണുവേട്ടാ, ഒടേതമ്പുരാൻ എന്നെ അങ്ങ് മുകളിലോട്ട് വിളിക്കുന്നതിന് മുമ്പെങ്ങാനും നടക്കുമോ? അത് കേട്ടിട്ട് വിഷ്ണു തമാശയോടെ പെട്ടെന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. അയ്യോ വിഷ്ണുവേട്ടാ, അമ്മ എങ്ങാനും ഇങ്ങോട്ട് വരും, വരട്ടടോ എന്ന് പറയുന്നത് കണ്ട ശാരദാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. മക്കളെ കണ്ടല്ലോ, അവരിങ്ങനെ പേടിച്ച് കഴിയുവാണ്. നിങ്ങളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടും രണ്ടിടത്തായിട്ട് എത്ര വർഷം കൊണ്ടാണ് നിങ്ങളിങ്ങനെ കഴിയുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പക്ഷേ ആ മക്കൾക്കതുണ്ട്. പപ്പിയുടെ കാര്യം ശ്യാമ നോക്കുന്നെങ്കിലും സത്യയുടെ കാര്യം അങ്ങനെ മാറ്റി നിർത്താനൊക്കില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുമാണ് സത്യയുടെ അച്ഛനും അമ്മയെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവളുടെ കൂട്ടുകാരികളുടെയൊക്കെ വീട്ടിലെങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ രണ്ട് വീടുകളിലാണോ കഴിയുന്നത്? അല്ലല്ലോ. അപ്പോൾ ആ ഒരു വിചാരം സത്യയുടെ മനസ്സിലും ഉണ്ടാവും. വിഷ്ണു ചോദിക്കുന്നു, അയ്യോ ശാരദാമ്മ, സത്യം അങ്ങനെ വല്ലതും പറഞ്ഞോ? എന്തിനാ മോനെ പറയുന്നത്? ആ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്നതല്ല ഉള്ളു. ശാലിനി ചോദിക്കുന്നു, അമ്മ എന്താ ഇപ്പം പറഞ്ഞു വരുന്നത്? നിങ്ങൾ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒരു ടൂറ് പോകും, അത് അവർക്ക് വളരെ സന്തോഷമായിരിക്കുമല്ലോ. കുട്ടികളുടെ മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ മാത്രമുള്ള ഒരു യാത്ര. ശാരദാമ്മ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിഷ്ണു ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീഗാലാൻഡോ അതുപോലുള്ള കുറേ പ്ലേസുകളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. അവിടെ ശാലിനിയും അവൻ്റെ മക്കളും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് കഴിയുന്നതൊക്കെ മനസ്സിൽ ഇതൊക്കെ വിഷ്ണു ഇങ്ങനെ കാണുവാണ്. ഈ ടൂറെന്നൊക്കെ പറയുമ്പം കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വരില്ലേ ശാരദാമ്മേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുക, നിങ്ങൾ എന്നാ മക്കളെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാറി നിന്നിട്ടുള്ളത്? വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടുവോളം സമയമുണ്ട്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചിലവ് ചെയ്യാൻ സമയമില്ലെങ്കിലേ ഞാനെന്ന് ചോദിച്ചോട്ടെ, ഇനി എന്നാ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്? ഈ 5-ാം വയസ്സിലും 6-ാം വയസ്സിലും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വാത്സല്യമേ ഈ 18-ാം വയസ്സിലും 20-ാം വയസ്സിലും ഒക്കെ കൊടുക്കാൻ ചെന്നാലേ അവർക്ക് താലോലിക്കാനും വാത്സല്യം നൽകാനും വേറെ ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഈ സ്ഥാനമേ അവരുടെ മുറിയുടെ പുറത്തായി ഒതുങ്ങിക്കൂടിപ്പോവും. അവിടെ പിന്നെ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഓർത്ത് നെടുവീർപ്പിട്ട് നിൽക്കാനേ പിന്നെ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. ഇനിയും നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും. പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ ഓർത്ത് വിധിയെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരോടൊപ്പം നിങ്ങൾക്കും അങ്ങ് ജീവിച്ചു പോകാം. ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഈ ജീവിതം കണ്ടിട്ട് ഈ പോക്കിൻ്റെ അവസാനം ഇതുതന്നെയാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ. അതുതന്നെയാണ് ശാരദാമ്മയും പറഞ്ഞു കൊടുത്തിട്ട് ശാരദാമ്മ അങ്ങ് പോയി. വിഷ്ണുവേട്ടാ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനിയും നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോയാൽ ഇതുതന്നെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടൻ ശരിയായ ഒരു തീരുമാനം എടുക്കണം. സത്യാമ്മ സമ്മതിക്കുന്നെങ്കിൽ സമ്മതിക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം വേണ്ടേ? ശാലിനി പറയുന്നതാണ് സത്യമെന്ന് വിഷ്ണുവിനും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആർക്കും വേണ്ടിയും ആരോടും ഒരു സ്നേഹവും സഹതാപവും തോന്നിക്കാത്ത അഹങ്കാരവും തൻ്റെ ഇടവും കൊണ്ട് ജീവിക്കുന്ന സത്യാമ്മയ്ക്ക് വേണ്ടി വിഷ്ണുവും ശാലിനിയും അവരുടെ ജീവിതം എന്തിനു ഹോമിക്കണം? ഒന്നുകിൽ എല്ലാ സത്യങ്ങളും ശാലിനി സത്യാമ്മയോട് തുറന്നു പറഞ്ഞ് അവരുടെ മനസ്സിലെ സംശയങ്ങളെല്ലാം മാറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാതെ സത്യം മനസ്സിലാക്കാതെ സത്യാമ്മ ഒരിക്കലും ശാലിനിയെ അംഗീകരിക്കത്തില്ല. ഇതൊന്നുമല്ലാതെ ഒരു രണ്ടും ഘട്ട ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒന്നുകിൽ ഇവർ ജീവിക്കുക, അല്ലെങ്കിൽ ഇവർ പിരിഞ്ഞിവരുടെ വഴിക്ക് പോവുക. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻസും ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.